ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ബെന്നി മാലക്കല്ല്. മാലക്കല്ലുകാരൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം നൽകി കടന്നുപോയ ബഡ്ജറ്റിനെ പൊതുവായി ജനപ്രിയ ബഡ്ജറ്റ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു ഭിന്നശേഷിക്കാരൻ എന്ന നിലയിൽ ഈ ബഡ്ജറ്റിനെ കുറിച്ച് നിരാശാജനകം എന്നാണ് എൻ്റെ അഭിപ്രായം. ചികിത്സയ്ക്കും മരുന്നിനും ദൈനംദിന ആവശ്യങ്ങൾക്കും ഈ പെൻഷനെ മാത്രം ആശ്രയിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു. കേരളത്തിലെ 10 ലക്ഷത്തിലധികം വരുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഈ ബഡ്ജറ്റിൽ തങ്ങളുടെ പെൻഷനെങ്കിലും ഒരല്പം വർദ്ധിപ്പിക്കുമെന്ന്. അതുണ്ടായില്ല. ഭിന്നശേഷിക്കാർക്കായി ഇന്നലെ എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിത യാത്ര ഉറപ്പുവരുത്താൻ ബാരിയർ ഫ്രീ കർശന നടപടി സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ സർക്കാർ ഒരുക്കും. അംഗൻവാടികൾ വഴി പഠന വൈകല്യങ്ങളും ഭിന്നശേഷിയും നേരത്തെ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും. സാമൂഹിക സുരക്ഷയും ക്ഷേമവും മേഖലയ്ക്കായി 590.11 കോടി രൂപ വിലയിരുത്തുന്നു. നിർദ്ധനരായ രോഗികൾക്ക് സഹായെത്തിക്കാൻ മുൻ UDF കാലഘട്ടത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി മനസ്സാക്ഷിയുള്ള, മനസ്സിലുമുള്ള, മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിനുടമയാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ 4 ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട ഭിന്നശേഷിക്കാരുടെ വേദന അദ്ദേഹം കണ്ടില്ല. കേരളത്തെ ഭിന്നശേഷി സൗഹൃദമാക്കിയതും വാഹനങ്ങൾക്ക് ടാക്സ് ചെലവ് 15 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചതും സഹായം തന്നെയാണ്. എന്നാൽ അതിലും എത്രയോ അത്യാവശ്യ കാര്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ടായിരുന്നു. വിധി വേട്ടയാടി 4 ചുവരുകൾക്കുള്ളിൽ വീൽ ചെയറിലും ബെഡിലുമായി കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇവിടെ. അവരുടെ ചികിത്സയ്ക്കും മരുന്നിനും നിത്യ ജീവിതത്തിനുമായി ഒരു തുക മാറ്റിവെച്ചിരുന്നെങ്കിൽ മുൻ സർക്കാർ പുഷ്പന് നൽകിയ പോലെ ഒരു 7,000-ഓ 8,000-ഓ പെൻഷനായിട്ട് അഡീഷണൽ നൽകിയിരുന്നെങ്കിൽ ആ സാധുക്കൾ എത്ര സന്തോഷത്തോടെ ഇവിടെ ജീവിച്ചേനെ. ബഹുമാനപ്പെട്ട ജനപ്രിയ മുഖ്യമന്ത്രി, ഭിന്നശേഷിക്കാരായി ഞങ്ങൾ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പെൻഷനിൽ ഒരല്പം കൂടി വർധന വരുത്തി ഞങ്ങളെ സഹായിക്കണം. അതുപോലെ 80% മുകളിലുള്ള ഭിന്നശേഷിക്കാർക്ക് പുഷ്പന് നൽകിയതുപോലെ ഒരു അഡീഷണൽ പെൻഷനും കൂടെ നൽകി നിത്യജീവിതത്തിന് ഉതകും വിധം അവരെയും സഹായിക്കണം. അങ്ങനെ ചെയ്താൽ നന്ദിയോടെ ഈ സമൂഹം എന്നും അങ്ങയെ ഓർത്തിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് തരിക, ലൈക്ക് തരിക. ഈ വീഡിയോ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തും വരെ നമുക്കത് ഷെയർ ചെയ്യാം.